ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു PSC എക്സാം മേക്ക് ഓവർ. നമ്മളിന്ന് നോക്കാൻ പോകുന്നത് ജനുവരിയിലെ കറണ്ട് അഫെയറാണ്. 2026 ജനുവരിയിലെ PSC ബുള്ളറ്റിനിൽ വന്ന കറണ്ട് അഫെയർ, പ്രധാനപ്പെട്ട കറണ്ട് അഫെയറാണ് ജനുവരിയിലെ കറണ്ട് അഫെയർ. ഓക്കെ, 2025 49ാമത് വയലാർ രാമവർമ്മ സാഹിത്യ പുരസ്കാരം ലഭിച്ചത് ഈ സന്തോഷ് കുമാർ. നോവൽ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തപോമയിയുടെ അച്ഛൻ. അപ്പോൾ 2025 49ാമത് വയലാർ രാമവർമ്മ പുരസ്കാരം, സാഹിത്യ പുരസ്കാരം ലഭിച്ചത് ഈ സന്തോഷ് കുമാർ. നോവൽ എന്ന് പറയുന്നത് തപോമയിയുടെ അച്ഛൻ. 2025 എഴുത്തച്ഛൻ പുരസ്കാരത്തിന് അർഹനായ കവി ആരെന്ന് ചോദിച്ചാൽ KG ശങ്കരപ്പിള്ള. 2025 എഴുത്തച്ഛൻ പുരസ്കാരത്തിന് അർഹനായ കവി KG ശങ്കരപ്പിള്ള. 2025 49ാമത് വയലാർ രാമവർമ്മ സാഹിത്യ പുരസ്കാരം ലഭിച്ചത് ഈ സന്തോഷ് കുമാർ. നോവൽ തപോമയിയുടെ അച്ഛൻ. 2025 എഴുത്തച്ഛൻ പുരസ്കാരത്തിന് അർഹനായ കവി KG ശങ്കരപ്പിള്ള. ഗണിതശാസ്ത്ര മേഖലയിലെ മികച്ച നേട്ടങ്ങൾക്ക് നൽകുന്ന രാജ്യാന്തര പുരസ്കാരമായ ആബേൽ പുരസ്കാരം 2025 നേടിയത് ജാപ്പനീസ് ഗണിതശാസ്ത്രജ്ഞനായ മസാക്കി കഷിവാര. ഗണിതശാസ്ത്ര മേഖലയിലെ മികച്ച നേട്ടങ്ങൾക്ക് നൽകുന്ന രാജ്യാന്തര പുരസ്കാരമായ ആബേൽ പുരസ്കാരം 2025 നേടുന്ന ജാപ്പനീസ് ഗണിതശാസ്ത്രജ്ഞൻ ആരെന്ന് ചോദിച്ചാൽ മസാക്കി കഷിവാര. പത്മ പുരസ്കാര മാതൃകയിൽ സംസ്ഥാന സർക്കാർ നൽകുന്ന പുരസ്കാരങ്ങളാണ് കേരള ജ്യോതി, കേരളപ്രഭ, കേരളശ്രീ. പത്മ പുരസ്കാര മാതൃകയിൽ സംസ്ഥാന സർക്കാർ നൽകുന്ന പുരസ്കാരങ്ങൾ കേരള ജ്യോതി, കേരളപ്രഭ, കേരളശ്രീ. വിദ്യാഭ്യാസ മേഖലയിലെ സംഭാവനകൾ കണക്കിലെടുത്ത് 2025 ജ്യോതി പുരസ്കാരം ലഭിച്ചത് ഡോക്ടർ MR രാഘവ വാര്യർ. വിദ്യാഭ്യാസ മേഖലയിലെ സംഭാവനകൾ കണക്കിലെടുത്ത് 2025 കേരള ജ്യോതി പുരസ്കാരം ലഭിച്ചത് ഡോക്ടർ MR രാഘവ വാര്യർ. 2025 കേരളപ്രഭ പുരസ്കാരം ലഭിച്ചവർ PB അനീഷ്, കാർഷിക മേഖല, രാജശ്രീ വാര്യർ, കലാരംഗം. 2025 കേരളപ്രഭ പുരസ്കാരം ലഭിച്ചത് ആർക്കൊക്കെയാണടാ? PB അനീഷ്, കാർഷിക മേഖല, രാജശ്രീ വാര്യർ, കലാരംഗം. ഇനി 2025 കേരളശ്രീ പുരസ്കാരം ലഭിച്ചവർ ശശികുമാർ, മാധ്യമപ്രവർത്തനം. ശശികുമാർ മാധ്യമപ്രവർത്തനം. ഷഹൻ ഹസൻ മുസ്ലിയാർ, വിദ്യാഭ്യാസ രംഗം. MK വിമൽ ഗോവിന്ദ്, സ്റ്റാർട്ടപ്പ്. അഭിലാഷ് ടോമി, കായിക രംഗം. ജിലു മോൾ മാരിയറ്റ് തോമസ്, വിവിധ മേഖലകൾ. അപ്പോൾ പത്മപ്രഭ പുരസ്കാര മാതൃകയിൽ സംസ്ഥാന സർക്കാർ നൽകുന്ന പുരസ്കാരങ്ങൾ ഏതൊക്കെ? കേരള ജ്യോതി, കേരളപ്രഭ, കേരളശ്രീ. വിദ്യാഭ്യാസ മേഖലയിലെ സംഭാവനകൾ കണക്കിലെടുത്തുകൊണ്ട് 2025 കേരള ജ്യോതി പുരസ്കാരം ലഭിച്ചത് ഡോക്ടർ MR രാഘവ വാര്യർ. 2025 കേരളപ്രഭ പുരസ്കാരം ലഭിച്ചത് PB അനീഷ്, കാർഷിക മേഖല. രാജശ്രീ വാര്യർക്ക് കലാരംഗം. 2025 കേരളശ്രീ പുരസ്കാരം, കേരളപ്രഭ പുരസ്കാരം PB അനീഷ്, കാർഷിക മേഖല. രാജശ്രീ വാര്യർ കലാരംഗം. PB അനീഷ്, കാർഷിക മേഖല. 2025 കേരളശ്രീ പുരസ്കാരം ലഭിച്ചവർ ശശികുമാർ, മാധ്യമപ്രവർത്തനം. ഷഹൽ ഹസൻ മുസ്ലിയാർ, വിദ്യാഭ്യാസ രംഗം. MK വിമൽ ഗോവിന്ദ്, സ്റ്റാർട്ടപ്പ്. അഭിലാഷ് ടോമി, കായിക രംഗം.
അഭിലാഷ് ടോമി കായിക രംഗം, ജിലു മോൾ മാരിയറ്റ് തോമസ് വിവിധ മേഖലകൾ. ജിലു മോൾ മാരിയറ്റ് തോമസ് വിവിധ മേഖലകൾ. അടുത്തത് 2025 മികച്ച ഏഷ്യൻ നടനുള്ള സെപ്റ്റിമിയസ് അവാർഡ് 2 തവണ ലഭിച്ച മലയാളി താരം ടൊവിനോ തോമസ്. 2025 ഏഷ്യൻ നടനുള്ള സെപ്റ്റിമിയസ് അവാർഡ് 2 തവണ ലഭിച്ച മലയാളി താരം ആരെന്ന് ചോദിച്ചാൽ ടൊവിനോ തോമസ്. ടൊവിനോ തോമസ് നരിവേട്ട രണ്ടാമത് ലഭിച്ചത് നരിവേട്ട. ആദ്യ അവാർഡ് ലഭിച്ച സിനിമ എന്ന് പറയുന്നത് 2018 എന്ന സിനിമയ്ക്കാണ്. 2018 എന്ന സിനിമയ്ക്ക് ആദ്യം ലഭിച്ചു, രണ്ടാമത് ലഭിച്ചത് നരിവേട്ട. അപ്പം 2028 മികച്ച ഏഷ്യൻ നടനുള്ള സെപ്റ്റിമിയസ് അവാർഡ്. അപ്പം സെപ്റ്റിമിയസ് അവാർഡ് ഏത് മേഖലയ്ക്കാണ് നൽകുന്നത് എന്ന് ചോദിച്ചാൽ സാഹിത്യ മേഖലയ്ക്കാണ്, സിനിമ മേഖല സാഹിത്യ മേഖലയ്ക്കാണ് നൽകുന്നത് കേട്ടോ, സിനിമാ മേഖലയ്ക്കാണ് നൽകുന്നത്. അപ്പോൾ 2025 രമൺ മഗ്സസെ പുരസ്കാരം നേടിയ പിന്നാക്ക ഗ്രാമത്തിലെ പെൺകുട്ടികൾക്ക് വിദ്യാഭ്യാസം നൽകാൻ ലക്ഷ്യമിട്ട് പ്രവർത്തിക്കുന്ന ഇന്ത്യൻ സന്നദ്ധ സംഘടനയാണ് എഡ്യൂക്കേറ്റഡ് ഗേൾസ്. ഞാൻ ഇതിൻ്റെ PDF നമ്മുടെ കേരള PSC 2026-2027 എന്ന് പറയുന്ന ടെലഗ്രാം ചാനലിൽ ഇട്ടിട്ടുണ്ട്. ഇതിൻ്റെ PDF ലഭിക്കാത്തവർ എൻ്റെ വാട്സപ്പ് നമ്പറായ 99 46 37 89 37 എന്ന് പറയുന്ന വാട്സപ്പ് നമ്പറിൽ ടെലഗ്രാം എന്ന മെസ്സേജ് അയച്ചാൽ മതിയേ. ടെലഗ്രാം എന്ന മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ ഞാൻ ടെലഗ്രാമിൻ്റെ ലിങ്ക് ഇട്ട് തരുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് ക്ലാസ്സിലോട്ട് കടക്കാം. അപ്പോൾ 2025 രമണൻ മഗ്സെ പുരസ്കാരം നേടിയ പിന്നാക്ക ഗ്രാമങ്ങളിലെ പെൺകുട്ടികൾക്ക് വിദ്യാഭ്യാസം നൽകാൻ ലക്ഷ്യമിട്ട് പ്രവർത്തിച്ച ഇന്ത്യൻ സന്നദ്ധ സംഘടന എഡ്യൂക്കേറ്റഡ് ഗേൾസ്. ഏഷ്യയുടെ നോബൽ സമ്മാനം എന്നറിയപ്പെടുന്ന മഗ്സസെ പുരസ്കാരം. ഏഷ്യയുടെ നോബൽ സമ്മാനം എന്നറിയപ്പെടുന്ന മഗ്സസെ പുരസ്കാരം നേടുന്ന ആദ്യ ഇന്ത്യൻ സംഘടനയായി എഡ്യൂക്കേറ്റിംഗ് ഗേൾസ് സ്ഥാപിച്ചത്. അപ്പോൾ ഏഷ്യയുടെ നോബൽ സമ്മാനം എന്നറിയപ്പെടുന്ന മഗ്സസെ പുരസ്കാരം നേടുന്ന ആദ്യ ഇന്ത്യൻ സംഘടനയായി എഡ്യൂക്കേറ്റഡ് ഗേൾസ് സ്ഥാപിച്ചത് ആരാണ്? സഫീന ഹുസൈൻ. അപ്പോൾ ഏഷ്യയുടെ നോബൽ സമ്മാനം എന്നറിയപ്പെടുന്ന അവാർഡ് ഏതാണ്? മഗ്സസെ പുരസ്കാരമാണ് കേട്ടോ, മഗ്സസെ പുരസ്കാരം. ഇനി നമുക്ക് നോബൽ സമ്മാനങ്ങൾ നോക്കാം. നോബൽ പുരസ്കാരം
2025 സമാധാനത്തിനുള്ള നോബൽ പുരസ്കാരം ലഭിച്ച വ്യക്തിയാണ് മരിയ കൊറീന മച്ചാഡോ. മരിയ കൊറീനോ മച്ചാഡോ 2025 നോബൽ സമാധാനത്തിനുള്ള നോബൽ സമ്മാനം. മരിയ കൊറീനോ മച്ചാഡോ. മരിയ കൊറീനോ മച്ചാഡോ. അടുത്തത് 2025 സാഹിത്യത്തിനുള്ള നോബൽ സമ്മാനം ലഭിച്ച ഹംഗേറിയൻ എഴുത്തുകാരനാണ് ലാസോ ക്രസ്നാഹോർക്കെ. ലാസോ ക്രസ്നാഹോർക്കെ 2025 സാഹിത്യത്തിനുള്ള നോബൽ പുരസ്കാരം ലാസോ ക്രസ്നാഹോർക്കെ. 2025 നോബൽ സമ്മാനം സമാധാനത്തിനുള്ള നോബൽ സമ്മാനം മറിയ കൊറീനോ മച്ചാഡോ. ഇമ്പോർട്ടൻ്റ് ആണ്, ഓർത്ത് വയ്ക്കാം. അടുത്തത് വൈദ്യുത സർക്യൂട്ടിലെ മൈക്രോസ്കോപ്പിക് ക്വാണ്ടം മെക്കാനിക്കൽ ടണലിങ്ങിൻ്റെയും ഊർജ ക്വാണ്ടൈസേഷൻ്റെയും കണ്ടുപിടുത്തത്തിന് 2025 ഭൗതിക ശാസ്ത്രത്തിനുള്ള നോബൽ സമ്മാനം ലഭിച്ചത് ജോൺ ക്ലാർക്ക്, മിഷേൽ എച്ച് ഡൊറാവൈറ്റ്, ജോൺ എം മാർട്ടിനിസ്. വൈദ്യുത സർക്യൂട്ടിലെ മൈക്രോസ്കോപ്പിക് ക്വാണ്ടം മെക്കാനൈസേഷൻ ടണലിങ്ങിൻ്റെയും ഊർജ ക്വാണ്ടൈസേഷൻ്റെയും കണ്ടുപിടുത്തത്തിന് 2025 ഭൗതിക ശാസ്ത്രത്തിനുള്ള നോബൽ പുരസ്കാരം ലഭിച്ചത് ജോൺ ക്ലാർക്ക്, മിഷേൽ എച്ച് ഡൊറാവൈറ്റ്, ജോൺ എം മാർട്ടിനിസ്. അടുത്തത് മെറ്റൽ ഓർഗാനിക് ഫ്രെയിം വർക്കുകൾ വികസിപ്പിച്ചതിന് 2025 രസതന്ത്രത്തിനുള്ള നോബൽ പുരസ്കാരം ലഭിച്ചത് സുസുമു കിറ്റഗാവ, റിച്ചാർഡ് റോബ്സൺ, ഒമർ എം യാഗി. മെറ്റൽ ഓർഗാനിക് ഫ്രെയിം വർക്കുകൾ വികസിപ്പിച്ചത് 2025 രസതന്ത്രത്തിനുള്ള നോബൽ സമ്മാനം ലഭിച്ചത് ആർക്കൊക്കെയാണ്? സുസുമു കിറ്റഗാവ, റിച്ചാർഡ് റോബ്സൺ, ഒമർ എം യാഗി. പെരിഫറൽ ഇമ്മ്യൂൺ ടോളറൻസുമായി ബന്ധപ്പെട്ട കണ്ടെത്തലുകൾ 2025 വൈദ്യശാസ്ത്രത്തിനുള്ള നോബൽ പുരസ്കാരം ലഭിച്ചവർ മേരി ഇ ബ്രങ്കോ, ഫ്രൈഡ് റാംസ്ഡൽ, ഷിമോൺ സഗാഗുച്ചി. പെരിഫറൽ ഇമ്മ്യൂൺ ടോളറൻസുമായി ബന്ധപ്പെട്ട കണ്ടെത്തലുകൾക്ക് 2025 വൈദ്യശാസ്ത്രത്തിനുള്ള നോബൽ പുരസ്കാരം ലഭിച്ചത് ആർക്കൊക്കെ? മേരി ഇ ബ്രങ്കോ, ഫ്രൈഡ് റാംസ്ഡൽ, ഷിമോൺ സഗാഗുച്ചി. 2025 സാമ്പത്തിക ശാസ്ത്രത്തിനുള്ള നോബൽ പുരസ്കാരം ലഭിച്ചത് ജോയൽ മൊക്കീർ, ഫിലിപ്പ് അഗിയോൺ, പീറ്റർ ഹോവിറ്റ്. ജോയൽ മൊക്കീർ, ഫിലിപ്പ് അഗിയോൺ, പീറ്റർ ഹോവിറ്റ്. അടുത്തത് ഇന്ത്യൻ ചലച്ചിത്ര മേഖലയിലെ പരമോന്നത പുരസ്കാരമായ 2023 ദാദാ സാഹിബ് ഫാൽക്കെ പുരസ്കാരത്തിന് അർഹനായത് മോഹൻലാലാണ്. അപ്പം ഇന്ത്യൻ ചലച്ചിത്ര മേഖലയിലെ പരമോന്നത പുരസ്കാരമായ 2023 ദാദാ സാഹിബ് ഫാൽക്കെ പുരസ്കാരത്തിന് അർഹനായത് മോഹൻലാലാണ്. ദാദാ സാഹിബ് ഫാൽക്കെ പുരസ്കാരം ലഭിച്ച ആദ്യ മലയാളിയാണ് അടൂർ ഗോപാലകൃഷ്ണൻ. ദാദാ സാഹിബ് ഫാൽക്കെ അവാർഡ് പുരസ്കാരം ലഭിച്ച ആദ്യ മലയാളിയാണ് അടൂർ ഗോപാലകൃഷ്ണൻ. ഫാൽക്കെ പുരസ്കാരത്തിന് അർഹനായ മലയാള സിനിമാ നടൻ മോഹൻലാലിനെ ആദരിക്കാൻ സംസ്ഥാന സർക്കാർ തിരുവനന്തപുരത്ത് സംഘടിപ്പിച്ച പ്രത്യേക പരിപാടിയാണ് മലയാളം വാനോളം ലാൽസലാം. എന്താണ് മലയാളം വാനോളം ലാൽസലാം? അടുത്ത ക്വസ്റ്റ്യൻ. 2025 രമണൻ മഗ്സസെ പുരസ്കാരം നേടിയ മാലിദ്വീപിൽ നിന്നുള്ള പരിസ്ഥിതി പ്രവർത്തക ഷാഹിന അലി. അതായത് 2025 രമണൻ മഗ്സസെ പുരസ്കാരം നേടിയ മാലിദ്വീപിൽ നിന്നുള്ള പരിസ്ഥിതി പ്രവർത്തക ഷഹിന അലി. നമ്മൾ നേരത്തെ ഇതിനെക്കുറിച്ച് ഒരെണ്ണം പഠിച്ചിരുന്നു, അതും ഇതുമായിട്ട് കൺഫ്യൂസ്ഡ് ആവരുത്.
2025 രമണൻ മഗ്സസെ പുരസ്കാരം നേടിയ പിന്നാക്ക ഗ്രാമത്തിലെ പെൺകുട്ടികൾക്ക് വിദ്യാഭ്യാസം നൽകാൻ ലക്ഷ്യമിട്ട് പ്രവർത്തിക്കുന്ന ഇന്ത്യൻ സന്നദ്ധ സംഘടന എഡ്യൂക്കേറ്റഡ് ഗേൾസ്. ഇന്ത്യയുടെ നോബൽ സമ്മാനം എന്ന് അറിയപ്പെടുന്ന മഗ്സസെ പുരസ്കാരം നേടുന്ന ആദ്യ ഇന്ത്യൻ സംഘടന എഡ്യൂക്കേറ്റഡ് ഗേൾസ് സ്ഥാപിച്ചത് സഫീന ഹുസൈനാണ്. ഇവിടെ പറയുന്നത് 2025 രമണൻ മഗ്സസെ പുരസ്കാരം നേടിയ മാലിദ്വീപിൽ നിന്നുള്ള പരിസ്ഥിതി പ്രവർത്തക ഏതാണെന്ന് ചോദിച്ചാൽ ഷാഹിന അലിയാണ്. ഷാഹിന അലി. 2025 രമണൻ മഗ്സസെ പുരസ്കാരം നേടിയ ഫിലിപ്പീനിൽ നിന്നുള്ള സാമൂഹിക പ്രവർത്തകൻ. ഫിലിപ്പീനിൽ നിന്നുള്ള സാമൂഹിക പ്രവർത്തകൻ ഏതെന്ന് ചോദിച്ചാൽ ഫ്ലാവിയാനോ അന്റോണിയോ എൽ വിലനുയേവ. ഫ്ലാവിയാനോ അന്റോണിയോ എൽ വിലനുയേവ. ഇത് മാലിദ്വീപിൽ നിന്നുള്ളതാണ് ഷാഹിന അലി എന്ന് പറയുന്നത്. ഇത് ഫിലിപ്പീനിൽ നിന്നുള്ള പ്രവർത്തകനാണ് ഫ്ലാവിയാനോ അന്റോണിയോ എൽ വിലനുയേവ. അടുത്തത് മഹാകവി ജി ശങ്കരക്കുറുപ്പിൻ്റെ സ്മരണയ്ക്ക് ഗുരുവായൂരപ്പൻ ട്രസ്റ്റ് ഏർപ്പെടുത്തിയ 54ാമത് ഓടക്കുഴൽ പുരസ്കാരം ലഭിച്ചത് കെ അരവിന്ദാക്ഷൻ. നോവൽ ഗോപ. മഹാകവി ജി ശങ്കരക്കുറുപ്പിൻ്റെ സ്മരണയ്ക്ക് ഗുരുവായൂരപ്പൻ ട്രസ്റ്റ് ഏർപ്പെടുത്തിയ 54ാമത് ഓടക്കുഴൽ പുരസ്കാരം ലഭിച്ചത് കെ അരവിന്ദാക്ഷൻ. നോവൽ ഗോപ. വൈക്കം മുഹമ്മദ് ബഷീർ സ്മാരക ട്രസ്റ്റിൻ്റെ 17ാമത് പുരസ്കാരത്തിന് വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ സ്മരണയ്ക്ക് 17ാമത് ബഷീർ പുരസ്കാരത്തിന് അർഹനായത് പി എൻ ഗോപികൃഷ്ണൻ. കൃതി കവിത മാംസഭോജിയാണ്. വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ സ്മാരക ട്രസ്റ്റിൻ്റെ 17ാമത് ബഷീർ പുരസ്കാരത്തിന് അർഹനായത് ആരാണ്? പി എൻ ഗോപികൃഷ്ണൻ. കൃതി കവിത മാംസഭോജിയാണ്. മലയാറ്റൂർ ഫൗണ്ടേഷൻ്റെ 4ാമത് സാഹിത്യ അവാർഡ് ലഭിച്ചത് അംബികാ സുധൻ മാങ്ങാട്. മലയാറ്റൂർ ഫൗണ്ടേഷൻ്റെ 4ാമത് സാഹിത്യ അവാർഡ് ലഭിച്ചത് അംബികാ സുധൻ മാങ്ങാട്. നോവൽ അല്ലോഹലൻ എന്നുള്ളതാണ് നോവൽ. മലയാറ്റൂർ ട്രസ്റ്റിൻ്റെ 18ാമത് മലയാറ്റൂർ അവാർഡ് ലഭിച്ചത് ഇ സന്തോഷ് കുമാർ, തപോമയിയുടെ അച്ഛൻ. മലയാറ്റൂർ ട്രസ്റ്റ് നൽകുന്ന 2025 പുതുതലമുറയിലെ ശ്രദ്ധേയരായ എഴുത്തുകാർക്ക് മലയാറ്റൂർ പ്രൈസ് ലഭിച്ചത് സലിൻ മാങ്കുഴി അനന്തലീല എന്ന കൃതിക്കാണ്. അടുത്തത് കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെ 2024 മികച്ച പരിഭാഷയ്ക്കുള്ള പുരസ്കാരത്തിന് അർഹനായ സാഹിത്യകാരനാണ് KV കുമാരൻ. SL ഭൈരപ്പ എഴുതിയ യാന എന്ന നോവൽ യാനം എന്ന പേരിൽ പരിഭാഷപ്പെടുത്തിയതാണ്. അപ്പം ഞാൻ ഇത് ഒന്നുകൂടെ പറയാം. മഹാകവി ജി ശങ്കരക്കുറുപ്പിൻ്റെ സ്മരണയ്ക്ക് ഗുരുവായൂരപ്പൻ ട്രസ്റ്റ് ഏർപ്പെടുത്തിയ 54ാമത് ഓടക്കുഴൽ പുരസ്കാരം ലഭിച്ചത് അരവിന്ദാക്ഷൻ. നോവൽ ഗോപ. വൈക്കം മുഹമ്മദ് ബഷീർ സ്മാരക ട്രസ്റ്റിൻ്റെ 17ാമത് ബഷീർ പുരസ്കാരത്തിന് അർഹനായത് PN ഗോപികൃഷ്ണൻ. കൃതി കവിത മാംസഭോജിയാണ്. മലയാറ്റൂർ ഫൗണ്ടേഷൻ്റെ 4ാമത് സാഹിത്യ അവാർഡ് ലഭിച്ചത് അംബികാ സുധൻ മാങ്ങാട്. നോവൽ അല്ലോലഹലൻ. മലയാറ്റൂർ ട്രസ്റ്റിൻ്റെ 18ാമത് മലയാറ്റൂർ അവാർഡ് ലഭിച്ചത് ഇ സന്തോഷ് കുമാർ, തപോമയിയുടെ അച്ഛൻ. മലയാറ്റൂർ ട്രസ്റ്റ് നൽകുന്ന 2025 പുതുതലമുറയിലെ ശ്രദ്ധേയരായ എഴുത്തുകാർക്കുള്ള മലയാറ്റൂർ പ്രൈസ് ലഭിച്ചത് സലിൻ മാങ്കുടി. കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെ 2024 മികച്ച മലയാള പരിഭാഷയ്ക്കുള്ള പുരസ്കാരത്തിന് അർഹനായ സാഹിത്യകാരൻ KV കുമാരൻ. SL ഭൈരപ്പ എഴുതിയ യാന എന്ന നോവൽ യാനം എന്ന പേരിൽ പരിഭാഷപ്പെടുത്തി.
കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെ യുവ സാഹിത്യ പുരസ്കാരം ലഭിച്ചത് അഖിൽ പി ധർമ്മജനാണ്. കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെ യുവ സാഹിത്യ പുരസ്കാരം ലഭിച്ചത് അഖിൽ പി ധർമ്മജൻ. നോവൽ റാം കെയർ ഓഫ് ആനന്ദി. അപ്പോൾ കേരള കേന്ദ്ര സാഹിത്യമാണ്, കേരളയല്ല. കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെ യുവ സാഹിത്യ പുരസ്കാരം ലഭിച്ചത് അഖിൽ പി ധർമ്മജൻ. അഖിൽ പി ധർമ്മജൻ. നോവൽ റാം കെയർ ഓഫ് ആനന്ദി. കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെ ബാലസാഹിത്യ പുരസ്കാരം ലഭിച്ചത് ശ്രീജിത്ത് മൂത്തേടത്ത്. ശ്രീജിത്ത് മൂത്തേടത്ത്. കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെ ബാലസാഹിത്യ പുരസ്കാരം ലഭിച്ചത് ശ്രീജിത്ത് മൂത്തേടത്ത്. നോവൽ പെൻഗ്വിനുകളുടെ വൻകരയിൽ. നോവൽ ഏതാണ്? പെൻഗ്വിനുകളുടെ വൻകരയിൽ. അപ്പോൾ കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെ യുവ സാഹിത്യ പുരസ്കാരം ലഭിച്ചത് അഖിൽ പി ധർമ്മജൻ. നോവൽ ഏതാണ്? റാം കെയർ ഓഫ് ആനന്ദി. കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെ ബാലസാഹിത്യ പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? ശ്രീജിത്ത് മൂത്തേടത്ത്. ശ്രീജിത്ത് മൂത്തേടത്ത്. നോവൽ ഏതാണ്? പെൻഗ്വിനുകളുടെ വൻകരയിൽ. പെൻഗ്വിനുകളുടെ വൻകരയിൽ. കേന്ദ്ര സാഹിത്യ അക്കാദമി 2024 മലയാള പരിഭാഷയ്ക്കുള്ള പുരസ്കാരത്തിന് അർഹനായത് കെ.വി. കുമാരൻ. എന്തിനാണ് കിട്ടിയത്? എസ്.എൽ. ഭൈരപ്പ എഴുതിയ യാന എന്ന നോവൽ യാനം എന്ന പേരിൽ പരിഭാഷപ്പെടുത്തി. ഓക്കെ ആണല്ലോ. അടുത്തത് (2025) എത്ര മലയാളികൾക്കാണ് പത്മ പുരസ്കാരം ലഭിച്ചത്? 5 മലയാളികൾക്കാണ് പത്മ പുരസ്കാരം ലഭിച്ചത്. (2025) മരണാന്തര ബഹുമതിയായി പത്മവിഭൂഷൺ പുരസ്കാരം ലഭിച്ച വിഖ്യാത മലയാള സാഹിത്യകാരൻ M.D. വാസുദേവൻ നായർ. 2025 എത്ര മലയാളികൾക്കാണ് പത്മ പുരസ്കാരം ലഭിച്ചത്? 5 പേർക്ക്. 2025 മരണാന്തര ബഹുമതിയായി പത്മവിഭൂഷൺ പുരസ്കാരം ലഭിച്ച വിഖ്യാത മലയാള സാഹിത്യകാരൻ M.D. വാസുദേവൻ നായർ. 2025 പത്മഭൂഷൺ പുരസ്കാരം ലഭിച്ച മലയാളികൾ: PR ശ്രീജേഷ്, ഹോക്കി, ജോസ് ചാക്കോ പെരിയപുരം, ഹൃദ്രോഗ വിദഗ്ധൻ. അതായത് ഹാർട്ട് സംബന്ധിച്ചമായ രോഗങ്ങളുടെ വിദഗ്ധൻ. ഹൃദ്രോഗ വിദഗ്ധൻ. 2025 പത്മഭൂഷൺ പുരസ്കാരം ലഭിച്ച മലയാളികൾ ആരാണ്? PR ശ്രീജേഷിന് ഹോക്കിക്കാണ്. ജോസ് ചാക്കോ പെരിയപുരം ഹാർട്ടിൻ്റെ വിദഗ്ധനാണ്. ഹാർട്ട് സ്പെഷ്യലിസ്റ്റ്, കാർഡിയോളജിസ്റ്റ്. ഓക്കെ, കാർഡിയോളജിസ്റ്റ്. PR ശ്രീജേഷ് ഹോക്കി, ജോസ് ചാക്കോ പെരിയപുരം കാർഡിയോളജിസ്റ്റ്. 2025 പത്മശ്രീ പുരസ്കാരം ലഭിച്ച മലയാളികൾ: ഡോക്ടർ കെ ഓമനക്കുട്ടിയമ്മ സംഗീതജ്ഞ, IM വിജയൻ ഫുട്ബോളർ. അപ്പോൾ 2025 പത്മശ്രീ പുരസ്കാരം ലഭിച്ച മലയാളികൾ ഡോക്ടർ കെ ഓമനക്കുട്ടിയമ്മ സംഗീതജ്ഞ, IM വിജയൻ ഫുട്ബോൾ താരം. തമിഴ്നാട്ടിൽ നിന്നുള്ള ചലച്ചിത്ര താരമെന്ന നിലയിൽ പത്മഭൂഷൺ ലഭിച്ച സിനിമാ നടി ശോഭന. തമിഴ്നാട്ടിൽ നിന്നുള്ള ചലച്ചിത്ര താരമെന്ന നിലയിൽ പത്മഭൂഷൺ ലഭിച്ച സിനിമാ നടിയാണ് ശോഭന. അപ്പോൾ 2025 എത്ര മലയാളിക്കാണ് പത്മ പുരസ്കാരം ലഭിച്ചത്? 5. 2025 മരണാന്തര ബഹുമതിയായ പത്മവിഭൂഷൺ പുരസ്കാരം ലഭിച്ച വിഖ്യാത മലയാള സാഹിത്യകാരൻ M.D. വാസുദേവൻ നായർ. അടുത്ത 2025 പത്മഭൂഷൺ പുരസ്കാരം ലഭിച്ച മലയാളികൾ: PR ശ്രീജേഷ് ഹോക്കി, കാർഡിയോളജിസ്റ്റ് ചാക്കോ പെരിയപുരം.
2025 പത്മശ്രീ പുരസ്കാരം ലഭിച്ച മലയാളികൾ: ഡോക്ടർ കെ ഓമനക്കുട്ടിയമ്മ സംഗീതജ്ഞ, IM വിജയൻ ഫുട്ബോളർ. തമിഴ്നാട്ടിൽ നിന്നുള്ള ചലച്ചിത്ര താരമെന്ന നിലയിൽ പത്മഭൂഷൺ ലഭിച്ച സിനിമാ നടി ശോഭന. സംസ്ഥാന സർക്കാരിൻ്റെ ഈ വർഷത്തെ ഹരിവരാസന പുരസ്കാരം ലഭിച്ചത് കൈതപ്രം ദാമോദരൻ നമ്പൂതിരി. സംസ്ഥാന സർക്കാരിൻ്റെ ഈ വർഷത്തെ ഹരിവരാസന പുരസ്കാരങ്ങളൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ്, ഓർത്തു വെക്കുക. ഹരിവരാസന പുരസ്കാരം കൈതപ്പുറം ദാമോദരൻ നമ്പൂതിരി. നടൻ കലാരംഗത്തെ സംസ്ഥാന സർക്കാരിൻ്റെ ഈ വർഷത്തെ ഹരിവരാസന പുരസ്കാരം ലഭിച്ചത് കൈതപ്പുറം ദാമോദരൻ നമ്പൂതിരി. നടൻ കലാരംഗത്തെ സമഗ്ര സംഭാവനകൾക്കുള്ള സാംസ്കാരിക വകുപ്പിൻ്റെ PK കാളൻ പുരസ്കാരം ലഭിച്ച തെയ്യം കലാകാരൻ അതിയടം കുഞ്ഞിരാമ പെരുവണ്ണാൻ. ചോദിക്കാന്നുള്ള ക്വസ്റ്റ്യനാണ്. നാടൻ കലാരംഗത്തെ സമഗ്ര സംഭാവനകൾക്കുള്ള സാംസ്കാരിക വകുപ്പിൻ്റെ PK കാളൻ പുരസ്കാരം ലഭിച്ച തെയ്യം കലാകാരൻ അതിയടം കുഞ്ഞിരാമ പെരുവണ്ണാൻ. നാടൻ കലാരംഗത്തെ സമഗ്ര സംഭാവനകൾക്കുള്ള സാംസ്കാരിക വകുപ്പിൻ്റെ PK കാളൻ പുരസ്കാരം ലഭിച്ച തെയ്യം കലാകാരൻ ആരാണ്? അതിയടം കുഞ്ഞിരാമ പെരുവണ്ണാൻ. മികച്ച ജില്ലാ പഞ്ചായത്ത് കൊല്ലം. മികച്ച ജില്ലാ പഞ്ചായത്ത് ഏതാണ്? കൊല്ലം. മികച്ച ബ്ലോക്ക് പഞ്ചായത്ത് പെരുമ്പടപ്പ്. മികച്ച ജില്ലാ പഞ്ചായത്ത് കൊല്ലം. മികച്ച ബ്ലോക്ക് പഞ്ചായത്ത് പെരുമ്പടപ്പ്. മികച്ച ഗ്രാമപഞ്ചായത്ത് വെളിയന്നൂർ. മികച്ച ജില്ലാ പഞ്ചായത്ത് കൊല്ലം. മികച്ച ജില്ലാ പഞ്ചായത്ത് കൊല്ലം. മികച്ച ബ്ലോക്ക് പഞ്ചായത്ത് പെരുമ്പടപ്പ്. മികച്ച ബ്ലോക്ക് പഞ്ചായത്ത് പെരുമ്പടപ്പ്. മികച്ച ഗ്രാമപഞ്ചായത്ത് വെളിയന്നൂർ. മികച്ച ഗ്രാമപഞ്ചായത്ത് വെളിയന്നൂർ. മികച്ച മുനിസിപ്പാലിറ്റി ഗുരുവായൂർ. മികച്ച മുനിസിപ്പാലിറ്റി ഗുരുവായൂർ. മികച്ച മുനിസിപ്പൽ കോർപ്പറേഷൻ തിരുവനന്തപുരം. മികച്ച മുനിസിപ്പൽ കോർപ്പറേഷൻ തിരുവനന്തപുരം. മികച്ച ജില്ലാ പഞ്ചായത്ത് കൊല്ലം. മികച്ച ബ്ലോക്ക് പഞ്ചായത്ത് പെരുമ്പടപ്പ്. മികച്ച ഗ്രാമപഞ്ചായത്ത് വെളിയന്നൂർ. മികച്ച മുനിസിപ്പാലിറ്റി ഗുരുവായൂർ. മികച്ച മുനിസിപ്പൽ കോർപ്പറേഷൻ തിരുവനന്തപുരം. കവി വിഷ്ണു നാരായണ നമ്പൂതിരിയുടെ സ്മരണാർത്ഥം വൈഷ്ണവം ട്രസ്റ്റ് ഏർപ്പെടുത്തിയ 1,11,111 കവി വിഷ്ണു നാരായണ നമ്പൂതിരിയുടെ സ്മരണാർത്ഥം ഏർപ്പെടുത്തിയ വൈഷ്ണവം ട്രസ്റ്റ് ഏർപ്പെടുത്തിയ 1,11,111 രൂപയും ശില്പവും അടങ്ങിയ 2025 വൈഷ്ണവം സാഹിത്യ പുരസ്കാരത്തിന് അർഹനായത് ശ്രീകുമാരൻ തമ്പി. സംസ്ഥാന ബാലസാഹിത്യ ഇൻസ്റ്റിറ്റ്യൂട്ടിലെ 2024 ബാലസാഹിത്യ പുരസ്കാരങ്ങൾ ലഭിച്ച കൃതികൾ: കഥ അല്ലെങ്കിൽ നോവൽ ബിമീഷ് മണിയൂർ ഭൂതം. കവിത പ്രേമജ ഹരീന്ദ്രൻ പൂമാല. വൈജ്ഞാനികം B പത്മകുമാർ പാഠം 1 ആരോഗ്യം. കഥ അല്ലെങ്കിൽ നോവൽ ബിമീഷ് മണിയൂർ ഭൂതം. കവിത പ്രേമജ ഹരീന്ദ്രൻ പൂമാല. എന്താണ് പറഞ്ഞത്? സംസ്ഥാന ബാലസാഹിത്യ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ 2024 ബാലസാഹിത്യ പുരസ്കാരങ്ങൾ: കഥ അല്ലെങ്കിൽ നോവൽ ബിമീഷ് മണിയൂർ ഭൂതം. കവിത പ്രേമജ ഹരീന്ദ്രൻ പൂമാല. വൈജ്ഞാനികം B പത്മകുമാർ പാഠം 1 ആരോഗ്യം. ശാസ്ത്രം പ്രഭാവതി മേനോൻ. ശാസ്ത്രവികൃതികൾ കുസൃതികൾ കെടുതികൾ. ശാസ്ത്രവികൃതികൾ കുസൃതികൾ കെടുതികൾ. ജീവചരിത്രം അല്ലെങ്കിൽ ആത്മകഥ ഡോക്ടർ നെത്തല്ലൂർ ഹരികൃഷ്ണൻ
കുട്ടികളുടെ എഴുത്തച്ഛൻ. വിവർത്തനം അല്ലെങ്കിൽ പുനരാഖ്യാനം ഡോക്ടർ സംഗീത ചേനം പുലി. വെള്ളത്തിന് നനവുണ്ടായതെങ്ങനെ. നാടകം ഹാജിറ KM സാക്ഷി. അപ്പോൾ ഇത്രയാണ് നമ്മുടെ കറണ്ട് അഫെയർ ക്ലാസ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എങ്കിൽ പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. താങ്ക് യു.